നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. PTE പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ഇതൊരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് ആണ്. ഇന്ന് വളരെ പോപ്പുലറായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് ആണ് PTE എന്നുള്ളത്. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള IELTS, അതിന് ഒരു ഓൾട്ടർനേറ്റ് എന്ന നിലയിൽ ഇന്ന് PTE കൂടുതൽ അറിയപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ PTEയുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതെല്ലാം അതാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ട്രെയിനിങ് മേഖലയിലെ ഒരു എക്സ്പേർട്ടിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എന്ന് മാത്രമല്ല IELTSുമായിട്ട് ഒരു കമ്പാരിസൺ, അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നത് ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ PTE പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ PTEയുടെ വർദ്ധിച്ചു വരുന്ന പോപ്പുലാരിറ്റി, അല്ലെങ്കിൽ IELTSുമായിട്ടുള്ള ഒരു കമ്പാരിസൺ, അങ്ങനെ PTEയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു യങ് എക്സ്പേർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, മിസ്റ്റർ കിരൺ തങ്കച്ചൻ. യങ് എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരെക്കാളും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ്, ഒരു ഓണ്ടർപ്രനറാണ് കിരൺ എന്നുള്ളത്. തൻ്റെ ഡിഗ്രി പഠനത്തിന് ശേഷം വിദേശ മോഹങ്ങളുമായി, പഠന മോഹങ്ങളുമായി IELTS പഠിക്കാൻ പോവുകയും IELTSൽ വളരെ മികച്ച സ്കോർ, ഒരു 8 ബാൻഡ് ഒക്കെ ലഭിക്കുകയും ചെയ്ത വ്യക്തി. എന്നാൽ കോവിഡ് ആയതുകൊണ്ട് വിദേശത്ത് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നാട്ടിൽ നിന്നപ്പോൾ തന്നെ തേടി വന്ന ചില കുട്ടികൾക്ക് IELTS പറഞ്ഞു കൊടുത്തുകൊണ്ട് ആരംഭിച്ച ഒരു അക്കാഡമി, അത് ഇന്ന് വളർന്ന് ഏതാണ്ട് 2000-ഓളം കുട്ടികളെയാണ് കഴിഞ്ഞ ചുരുക്കം ചില വർഷങ്ങൾ കൊണ്ട് IELTSും PTEയും ഒക്കെ ട്രെയിൻ ചെയ്ത് ഈ മേഖലയിൽ മികച്ച സ്കോർ നേടുവാൻ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കിരണിൽ നിന്ന്, തൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കിരൺ, വെൽക്കം ടു കരിയർ പാത്വേ. ഓക്കെ, യെസ്. അപ്പൊ കിരൺ, എനിക്ക് ആദ്യം അറിയേണ്ടത് ഒരു കമ്പാരിസൺ പറയാമോ? കാരണം IELTS എല്ലാവർക്കും കേട്ടിട്ടുള്ളതാണ്, PTE അത്ര പോപ്പുലർ അല്ല. അപ്പൊ ഈ IELTSും PTEയുമായിട്ടുള്ള ഒരു കമ്പാരിസൺ പറഞ്ഞുകൊണ്ട് ഒന്ന് ആരംഭിക്കാം. ഷുവർ. പ്രധാനമായിട്ടൊരു ഡിഫറൻസ് ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, IELTS ഹ്യൂമൻ ഇവാലുവേഷൻ ആണ് 4 മൊഡ്യൂൾസിന് നടക്കുന്നത്. ബട്ട് PTE എന്ന് പറയുന്നത് എൻറ്റയർലി കമ്പ്യൂട്ടേഴ്സ് അഥവാ AI ആണ് നമ്മുടെ ഇവാലുവേഷൻ നടത്തുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബയസ് ഒരു രീതിയിലും ഉണ്ടാകുന്നില്ല. PTE പൂർണ്ണമായിട്ടൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. IELTS എന്ന് പറയുന്നത് എന്താ പറയാ, പെൻ ആൻഡ് പേപ്പർ എഴുതുന്നവരുണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് എഴുതുന്നവരുണ്ട്, അങ്ങനെ ചോയ്സസ് ഒക്കെ ഉണ്ട്. PTE 90-ലാണ് മാർക്ക്. IELTS 9 ബാൻഡ്, 6, 7, 8, 9 ബാൻഡുകളാണ്. PTEയുടെ റിസൾട്ട് ഒരു പക്ഷേ എക്സാം കഴിഞ്ഞ് 2 മണിക്കൂറിനുള്ളിൽ വരാം. മാക്സിമം 2-3 ദിവസത്തിൽ കൂടുതൽ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. IELTS അങ്ങനെയല്ല, 2 ആഴ്ച വരെ പെൻ ആൻഡ് പേപ്പറിനൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരേണ്ടതുണ്ട്. ആൻഡ് ഏറ്റവും സിമ്പിൾ ആയിട്ട് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുവാണെങ്കിൽ PTE കുറച്ചുകൂടി എളുപ്പമാണ്. സെയിം മൊഡ്യൂൾസ് ആണെങ്കിൽ പോലും IELTS കുറച്ചുകൂടി ടഫാണ്, PTE കുറച്ചുകൂടി എളുപ്പമാണ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഡിഫറൻസ്. ഓക്കെ, അപ്പോഴും ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കിരൺ സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് അല്ലേ? മറ്റേതുപോലെ 14 ദിവസം കാത്തിരിക്കേണ്ടതില്ല. അതേപോലെ അല്പം എളുപ്പമാണ് എന്നും കിരൺ സൂചിപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് അറിയേണ്ടത്, ഈ PTE ഇപ്പൊ കൂടുതൽ പോപ്പുലർ ആവുന്നുണ്ടല്ലോ, ഏതൊക്കെ രാജ്യങ്ങളിൽ പഠന അവസരങ്ങൾ അല്ലെ മൈഗ്രേഷൻ അവസരങ്ങൾക്കൊക്കെ PTE ഉപയോഗിക്കാം, അതൊന്ന് സൂചിപ്പിക്കാമോ? മെയിൻ സ്ട്രീം ആയിട്ട് ആൾക്കാരെ ചൂസ് ചെയ്യുന്ന എല്ലാ കൺട്രീസിലും ഇപ്പോ PTE അക്സെപ്റ്റഡ് ആണ്. പണ്ട് ഓസ്ട്രേലിയയിൽ മാത്രമായിരുന്നു PTE എഴുതിക്കൊണ്ട് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, UK സെലക്ടഡ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് അയർലൻഡ് പോലുള്ള കൺട്രീസിലോട്ട് PTE എഴുതിയിട്ട് നമുക്ക് പോകാൻ പറ്റും. കാനഡ, ഓസ്ട്രേലിയ പോലുള്ള കൺട്രീസിന് PR അപ്ലൈ ചെയ്യാനും ഇപ്പൊ PTE മതി. ആൻഡ് റീസെന്റ് ആണ് ഇതിന്റെ പോപ്പുലാരിറ്റി കൂടി വന്നത്, കാരണം ഇപ്പോഴാണ് പെർമിറ്റഡ് ആയത്. ബട്ട് ആൾക്കാരെ ഇപ്പൊ കൂടുതലായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ PTE IELTSുമായി കമ്പയർ ചെയ്യുമ്പോൾ അല്പം കൂടി എളുപ്പമാണ് എന്ന് സൂചിപ്പിച്ചു അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ PTEയുടെ ടെസ്റ്റ് എപ്രകാരമാണ്? IELTS പോലെ 4 മൊഡ്യൂളുകളാണോ? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ മൊഡ്യൂളുകളാണ്? ആ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഷുവർ. മൊഡ്യൂൾസ് 4 തന്നെയാണ്, 4 സെയിം ആണ് താനും. അതായത് റീഡിംഗ്, ലിസണിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ഈ 4 മൊഡ്യൂൾസ് ആണ് IELTS പോലെ തന്നെ PTEയിലും ഉള്ളത്. പക്ഷേ എളുപ്പമാണെന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ മൊഡ്യൂൾസ് കുറച്ചുകൂടി ഇന്റർ കണക്റ്റഡ് ആണെന്നുള്ളതാണ്. ഇപ്പൊ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. റീഡ് അലൗഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് PTEയിൽ. റീഡ് അലൗഡ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാരഗ്രാഫ് നമ്മൾ വായിക്കുവാണ്. ഓക്കെ, വായിക്കുവാണ്.
സോ ഞാനത് വായിക്കുമ്പോൾ ഐ ആം റീഡിങ് ആൻഡ് ഐ എം സ്പീക്കിംഗ് അറ്റ് ദ സെയിം ടൈം. ശരിയല്ല, ഞാൻ ഓക്കെ. സംസാരിക്കുന്നുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്. ശരി. സോ IELTS-നാണെങ്കിൽ ഒരു മൊഡ്യൂളിന് മാത്രം മാർക്ക് കിട്ടുമ്പോൾ PT-ക്ക് 2 മൊഡ്യൂൾസിന് മാർക്ക് കിട്ടുന്നുണ്ട്. ഓ, അല്ലെങ്കിൽ റീഡിങ്ങും വേറൊരു എക്സാമ്പിൾ, റൈറ്റിങ്ങും രണ്ടും അറ്റ് എ ടൈം കാൽക്കുലേറ്റ് വാല്യൂ ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞ ടാസ്ക് ആണെങ്കിൽ റീഡിങ്ങും സ്പീക്കിങ്ങും ആണ്. പക്ഷെ ഇതല്ലാതെ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ഉണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു സെന്റൻസ് പറയുവാണ്, സാർ അത് എഴുതിയെടുക്കുവാണെന്ന് വിചാരിക്കാം. സാറ് ലിസൺ ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ റൈറ്റും ചെയ്യുന്നില്ലേ? എഴുതുന്നുണ്ട്. യെസ്. സോ ഈ ഒരു സിമ്പിൾ ടാസ്കിൽ നിന്ന് 2 മൊഡ്യൂൾസിലേക്ക് മാർക്ക് വിടുവാണ്. ഇങ്ങനെ ഒരു അവസരം IELTS-ൽ ഇല്ല. അതുകൊണ്ട് തന്നെയുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ IELTS-ന് ഒരു മൊഡ്യൂൾ മാത്രം തോറ്റ് വീണ്ടും വീണ്ടും കഷ്ടപ്പെട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ആ ഒരു അവസരം PT-യിൽ വരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു മൊഡ്യൂൾ മാത്രമായിട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പല ഇന്റർകണക്റ്റഡ് ആണ്. മൊഡ്യൂൾസും ഇന്റർകണക്റ്റഡ് ആണ്. എക്സാക്ട്ലി. ഓക്കെ. ഓക്കെ. പിന്നെ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ടാസ്കുകളാണുള്ളത്. എല്ലാ ടാസ്കുകളും വളരെ സിമ്പിൾ ആണെന്നുള്ളതാണ്. ഇപ്പൊ IELTS-ലൊക്കെ ഞാനൊക്കെ പണ്ട് IELTS എഴുതുന്നതിന് മുമ്പ് വിചാരിച്ചുകൊണ്ടിരുന്നത് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കലാന്നാണ്. ഓക്കെ. അത് വായിക്കുന്നതിനാണ് റീഡിംഗ് എന്ന് പറഞ്ഞത്. പക്ഷെ ശരി. IELTS എഴുതിയവർക്കറിയാം റീഡിംഗ് എത്രത്തോളം ബുദ്ധിമുട്ടാണ്. പക്ഷെ PT-യിൽ റീഡിംഗ് എന്ന് പറഞ്ഞ പല ടാസ്കും ഇതുപോലെ വായന തന്നെയാണ്. നമ്മുടെ ഫ്ലുവൻസിക്കും നമ്മുടെ പ്രൊനൗൺസിയേഷനും നമ്മുടെ വ്യക്തതയ്ക്കും PT-യിൽ സ്കോർ കിട്ടും. അതുകൊണ്ട് തന്നെ സ്കോർ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഓക്കെ. അപ്പൊ ഈ IELTS-ന്റെ സ്കോറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു 6.5 അല്ലെ 7, അതൊക്കെയാണല്ലോ ഒരു നല്ല സ്കോർ, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു ആവറേജ് സ്കോർ. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ പല അവസരങ്ങളിലേക്കും എത്താൻ പറ്റും. അപ്പൊ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ PT-യുടെ സ്കോറിംഗ് എങ്ങനെയായിരിക്കും, അതൊന്ന് സൂചിപ്പിക്കാം. PT-യുടെ സ്കോറിങ്ങിനെ പറ്റി പറയുമ്പോൾ IELTS-ന് 6.5 ആണ് ആവറേജ് ആയിട്ട് സ്കോർ വരുന്നത്. മെയിൻ ആയിട്ട് അബ്രോഡ് പോകാൻ പഠിക്കേണ്ടവർക്ക്. PT-ക്ക് അതിന് ഇക്വലന്റ് എന്ന് പറയുന്നത് 60 ആണ്. ഞാൻ ആദ്യമേ പറയാം, PT 90-ലാണ് മാർക്ക്, IELTS 9 ബാൻഡ് എന്ന് പറയുന്നത്. സോ ഔട്ട് ഓഫ് 90 60 ആണ് 6.5-ന് ഈക്വലന്റ് ആയിട്ട് അറിയപ്പെടുന്നത്. എന്നാൽ ചില ആൾക്കാർക്ക് ഇപ്പൊ PR-നൊക്കെ വേണ്ടവർക്ക് ഒരു പക്ഷേ 65, 70, 75 ഒക്കെ വേണ്ടി വന്നേക്കാം. ഡിപ്പെൻഡിങ് ഓൺ ദ യൂണിവേഴ്സിറ്റി വേണ്ടി വന്നേക്കാം. ചിലപ്പോ +2 കഴിഞ്ഞ കുട്ടികൾക്ക് 55, 50-ലും ഒരു പക്ഷെ പുറത്തു പോകാൻ പറ്റിയേക്കാം. എങ്കിലും കറക്റ്റ് ആയിട്ട് ഒരു ആവറേജ് സ്കോർ 6.5 ഇക്വലന്റ് എന്ന് പറയുന്നത് 90, 60. ഈ കിരൺ, ഈ IELTS നമുക്ക് അക്കാഡമിക് അല്ലെ ജനറൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ PT-യും ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്, അതിന്റെ എന്തൊക്കെയാണ് ഡിഫറൻസ്, അതൊന്ന് സൂചിപ്പിക്കാമോ? ഓഫ് കോഴ്സ്, IELTS അക്കാഡമിക് ജനറൽ എന്ന് പറയുന്ന പോലെ ഇവിടെയും PT അക്കാഡമിക്, PT കോർ എന്നാണ് അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, IELTS അക്കാഡമിക് എഴുതുന്നവർ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നവരാണ്. ഇവിടെയും അങ്ങനെ തന്നെ പഠിക്കാൻ പോകുന്നവർക്ക് എഴുതേണ്ട എക്സാം PT അക്കാഡമിക് ആണ്. ഓസ്ട്രേലിയ എന്ന രാജ്യത്ത് മാത്രം PR-ന് പോകുന്നവർക്ക് എഴുതേണ്ടത് PT അക്കാഡമിക് ആണ്. അറ്റ് ദ സെയിം ടൈം PT കോർ എന്ന് പറയുന്നത് കാനഡയിലേക്ക് PR-ന് നോക്കുന്നവർക്കാണ്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയാം, പഠിക്കേണ്ടവർക്ക് അക്കാഡമിക്കും PR-ന് വേണ്ടവർക്ക് കോറുമാണ്. ഓസ്ട്രേലിയയിൽ മാത്രം PR-ന് വേണ്ടവർ എഴുതേണ്ടത് PT അക്കാഡമിക് ആണ്. ഇപ്പൊ ഇതിന്റെ ട്രെയിനിങ്ങും അല്ലെങ്കിൽ ഇതിന്റെ എക്സാം ഒക്കെ ഡിഫറെന്റ് ആണോ? ഉണ്ടെങ്കിൽ എന്താണ് ആ വ്യത്യാസം, അതൊന്ന് സൂചിപ്പിക്കാമോ? വളരെ മൈനർ ആയിട്ടുള്ള ഡിഫറൻസസ് ആണ് രണ്ടും തമ്മിലുള്ളൂ. അതായത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ, PT അക്കാഡമിക്കിൽ 20 ടാസ്കുകൾ ഉള്ളപ്പോൾ PT കോറിൽ 19 ടാസ്കുകൾ ഉണ്ടെന്നുള്ളൂ. ഇവിടെ ലെറ്റർ എഴുതേണ്ടി വരുമ്പോൾ അവിടെ ഇമെയിൽ എഴുതേണ്ടി വന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ ഉള്ളൂ. അല്ലാതെ കാര്യമായിട്ടുള്ള ഡിഫറൻസസ് ഇതിന് പഠിപ്പിക്കുന്ന രീതിയിലും എക്സാമിന്റെ ഫോർമാറ്റിലും ഇല്ല. ഇനി എനിക്ക് അറിയേണ്ടത്, ഈ PT-ക്ക് നമ്മുടെ കേരളത്തിൽ സെന്റേഴ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ്? അതേപോലെ എത്ര ഹൗ ഓഫൺ അവിടെ ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്? അതിനെന്ത് എക്സ്പെൻസ് വരും? ആ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാമോ? ഷുവർ. PT-ക്ക് ആക്ച്വലി PT കോർ ആണെങ്കിലും അക്കാഡമിക് ആണെങ്കിലും 2 തരം PT ആണെങ്കിലും കേരളത്തിൽ സെന്റർ ഉണ്ട്. കൊച്ചിയിലാണ് സെന്റർ. ഇതിന് വേണ്ടി വരുന്ന ഫീ എന്ന് പറയുന്നത് 70,000 rupees ആണ്, വിച്ച് ഈസ് ദ സെയിം ആസ് IELTS. IELTS എഴുതാൻ ഒരു കുട്ടിക്ക് വരുന്ന സെയിം ഫീസ് തന്നെയാണ് PT-ക്ക് വേണ്ടി വരിക. കേരളത്തിൽ കൊച്ചിയിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളൂ. ബട്ട് ഇനി കൊച്ചി അല്ലാതുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ, ചെന്നൈ പോലുള്ള നഗരം. ഓക്കെ. ഈ PT-യുടെ ഒക്കെ ട്രെയിനിങ്ങിലേക്ക് വരുമ്പം IELTS പോലെ തന്നെയാണോ ആ ട്രെയിനിങ് ടൈമുകൾ? ഇപ്പൊ നമ്മുടെ ആംഗ്ലോവേഴ്സിലൊക്കെ എത്ര സമയമാണ് ഒരു PT ട്രെയിനിങ്ങിന് എടുക്കുന്നത്? അതിന്റെ ട്രെയിനിങ് എങ്ങനെയാണ്? ആ കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാമോ? ഷുവർ. ആക്ച്വലി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ലെവൽ ഓഫ് ഡിഫിക്കൽറ്റിയിൽ ഒരു വലിയ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ IELTS-ന്റെ പകുതി സമയം തന്നെ ധാരാളമാണ് PT പഠിച്ചെടുക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ആവറേജ് സ്റ്റുഡന്റ് IELTS പഠിക്കുന്നത് 1 മാസം മുതൽ 2 മാസം വരെയുള്ള കാലഘട്ടമായിരിക്കും. 2 മാസമൊക്കെ കുറെ സ്റ്റുഡൻസ് പഠിക്കാറുണ്ട്, ഞാനടക്കം പഠിച്ചിട്ടുള്ളതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം PT-യുടെ എന്താ പറയാ, നമുക്ക് സ്റ്റഡിങ് ടൈം എന്ന് പറയുന്നത് 30 ദിവസം മാക്സിമം ആണ്. 1 മാസത്തിൽ കൂടുതൽ പഠിക്കാനുള്ള പോർഷൻസ് ഒന്നും PT ഇല്ല. പിന്നെ PT-യുടെ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ പ്രാക്ടീസ് ഓറിയന്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കം പോർഷൻസ് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് വീണ്ടും ഇവാലുവേറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്.
സോ അതുകൊണ്ട് തന്നെ പോർഷൻസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് സമയം ഇത്രേ വേണ്ടി വരുന്നുള്ളൂ. ആൻഡ് PT ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ എൻറ്റയർലി നമ്മൾ സോഫ്റ്റ്വെയറിൽ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ലൈവായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഈ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ആംഗ്ലോവേഴ്സ് അല്ലെ, നമ്മുടെ ഈ സ്ഥാപനം ഏതാണ്ട് 2000-ഓളം കുട്ടികളെ ഈ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റുകളിൽ ട്രെയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഈ ട്രെയിനിങ്, ഇതിന്റെ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് അല്പം കൂടി ഡീറ്റെയിൽസ് ഈ പ്രേക്ഷകർക്ക് മനസ്സിലാകാനായിട്ട് ഒന്ന് സൂചിപ്പിക്കാം. ഷുവർ. ഞങ്ങൾ ആംഗ്ലോവേഴ്സ് എൻറ്റയർലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് IELTS ആൻഡ് PT ആണ്. മെയിൻ ആയിട്ട് ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാക്കൽറ്റിയാണ്. IELTS ഞാനടക്കം ഞാനൊരു ട്യൂട്ടറാണ്. ഞാനടക്കം IELTS പഠിപ്പിക്കുന്ന എല്ലാവരും 8 band വിന്നേഴ്സ് ആണ്. അതിനോടൊപ്പം തന്നെ IDPയുടെ സർട്ടിഫിക്കേഷൻ. IDP എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ ആയിട്ട് IELTSന്റെ ഏറ്റവും വലിയ ഗവേണിംഗ് ബോഡിയാണ്. IDPയുടെ സർട്ടിഫിക്കേഷൻ കിട്ടിയവരാണ്. PTയുടെ കാര്യത്തിലും 80+ ഉള്ളവർ മാത്രമാണ് ഇവിടെ പഠിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് ആ ഒരു ഹൈ സ്കോറിംഗിന്റെ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു എക്സ്പെർട്ടീസ് കൃത്യമായിട്ട് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ടു ബി ഓണസ്റ്റ് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ആൻഡ് ഞങ്ങൾ കുറച്ചും കൂടെ എന്താ പറയാ, നമ്മൾ സമയബന്ധിതമായി എന്ന് പറയുന്ന പോലെ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് കോഴ്സുകൾ തീർക്കാനും അതിനോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾ വഴി കൃത്യമായിട്ടുള്ള സ്കോർ വാങ്ങിപ്പിക്കാനും ഉള്ള ഫോക്കസ് ട്രെയിനിങ് ആണ് ഞങ്ങൾ എപ്പോഴും കൊടുക്കാറുള്ളത്. ആൻഡ് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ ആംഗ്ലോസിനെ പറ്റി പറയാം. ഓക്കെ, നമ്മുടെ ട്രെയിനിങ് ഫുള്ളി ഓൺലൈൻ ആണല്ലോ അല്ലെ? അപ്പൊ അതിന്റെ ടൈമിങ്സ് ഒക്കെ എങ്ങനെയാണ്? ആ കാര്യങ്ങൾ എല്ലാം ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാമോ? ഷുവർ. ആക്ച്വലി ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വെളുപ്പിന് 6 AM മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്ത് ഇവിടെ ക്ലാസ്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെങ്കിലും പഠിക്കുവാണെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ടൈമിംഗ് ഒരു പ്രശ്നമായിരിക്കില്ല. എല്ലാ ദിവസവും 2 മണിക്കൂറാണ് മെയിൻ ആയിട്ട് കോച്ചിങ് വരുന്നത്, IELTS ആണെങ്കിലും PT ആണെങ്കിലും. ആൻഡ് മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാം രജിസ്ട്രേഷൻ സർവീസസും അതുകൂടാതെ തന്നെ ബാക്കി അനുബന്ധ മോക്ക് ടെസ്റ്റുകളൊക്കെ ഇതിന്റെ കൂടെ തന്നെ കോംപ്ലിമെന്ററി ആയിട്ട് ഞങ്ങൾ എടുക്കാറുണ്ട്. കാരണം ഒരു പരിധിവരെ എക്സാംസ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയെന്ന് നമ്മളെ മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ഉതകുള്ളൂ. സോ അതും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റുഡന്റിന് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഈ ഒന്ന് IELTS PTയോ ഒക്കെ നമ്മുടെ ഈ ആംഗ്ലോവേഴ്സിൽ പഠിക്കണമെന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ട്രെയിനിങ് അത് എങ്ങനെയായിരിക്കും എന്നതിൽ അവർക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അതിന് എന്തായിരിക്കും ഒരു ചെയ്യാനായിട്ട് കഴിയുക, അതൊന്ന് സൂചിപ്പിക്കണം. രണ്ടാമത്, നമ്മളിപ്പോൾ ഫുള്ളി ഓൺലൈൻ ആണ് എന്ന് സൂചിപ്പിച്ചു അല്ലെ? ഈ ഓൺലൈൻ ആവുമ്പോൾ അതിന് അതിൻ്റെതായ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് കാണും. അപ്പൊ അതിനെ കുറിച്ചും കൂടി ഒന്ന് കിരൺ കമന്റ് ചെയ്താൽ നന്നായിരിക്കും. ഷുവർ. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ IELTS ആൻഡ് PT ബോത്ത് കോഴ്സസിലും ഞങ്ങൾ ഫ്രീ ആയിട്ട് ഡെമോ ക്ലാസ് കൊടുക്കാറുണ്ട്. കാരണം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പഠിപ്പിക്കുന്നത് മനസ്സിലാവും, എത്രത്തോളം കമ്പാറ്റബിൾ ആണ്, എത്രത്തോളം എനിക്ക് എന്താ പറയാ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ആൾക്കാർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രീ ഡെമോ ക്ലാസ് അല്ലെങ്കിൽ ഒരു ട്രയൽ ക്ലാസ് ഞങ്ങൾ കൊടുക്കാറുണ്ട് ആവശ്യപ്പെടുന്നവർക്ക് എല്ലാവർക്കും. അത് ഫ്രീ ആണ് എന്ന് മാത്രമല്ല, അതിൽ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രമാണ് ഒരു സ്റ്റുഡന്റിനെ ജോയിൻ ചെയ്യേണ്ട ആവശ്യകതയുള്ളൂ. ആൻഡ് ഭൂരിഭാഗം പേരും കൺവിൻസ്ഡ് ആകാറുമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ഇപ്പോ PT എന്ന് പറഞ്ഞ എക്സാമിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. PT എക്സാം തന്നെ ഓൺലൈൻ ആണ്. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടറിനോടാണ് സംസാരിക്കുന്നത്, കമ്പ്യൂട്ടറാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ലൈവ് ആണ്. സോ എക്സാം തന്നെ പൂർണ്ണമായിട്ട് ഓൺലൈൻ ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ ഈ എക്സാം പഠിക്കേണ്ടതും ഓൺലൈൻ ആയിട്ടാണ്. ഒരിക്കലും നമ്മുടെ അടുത്ത ട്യൂട്ടർ ഇരുന്നത് കൊണ്ട് PTക്ക് ഒരു സ്കോറും കൂടുതൽ കിട്ടണമെന്നില്ല. പകരം നമുക്ക് വേണ്ട റിസോഴ്സസ് ആ ട്യൂട്ടറിനുള്ള എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടീസ് ഇതുപോലത്തെ കാര്യങ്ങളാണ് മാറ്റർ ചെയ്യുന്നത്. ആൻഡ് ഉറപ്പായിട്ടും അത് PTയിൽ നിങ്ങൾക്കൊരു നല്ല സ്കോർ കിട്ടാനായിട്ട് ഉതകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ കിരൺ സൂചിപ്പിച്ചത് ആദ്യം ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോയാൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നമ്മളുടെ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകിയേക്കാം, വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കും കൂടി നൽകിയേക്കാം. അപ്പൊ അതിൽ ഈ കേൾക്കുന്നവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് ഈ ഡെമോ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകാം എന്നും കിരൺ സൂചിപ്പിച്ചിട്ടുണ്ട്. കിരൺ, എനിക്ക് അറിയേണ്ടത് ഓൺലൈൻ ആകുമ്പോഴത്തേന് നമുക്ക് കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എത്രമാത്രം അറ്റൻഷൻ കിട്ടും? അപ്പൊ നിങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ എത്ര പേരായിരിക്കും? അതും കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഉറപ്പായിട്ടും. ആക്ച്വലി ഓൺലൈൻ ആകുമ്പോൾ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ഈ പറഞ്ഞ പോലെ ക്ലാസ്സിലെ ഒക്യുപ്പൻസിന്റെ എണ്ണം കൂടുമ്പോഴാണ്. പക്ഷെ ഒരിക്കലും അതുകൊണ്ട് നമ്മുടെ സ്റ്റുഡന്റിന് കാര്യമായിട്ടുള്ള ഗുണം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഐദർ 1-on-1 സെഷൻസ് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ 3 പേര് മാക്സിമം എന്നുള്ളൊരു ഇത് നിർണ്ണയിച്ചിട്ടുള്ളത്. കാരണം കൃത്യമായിട്ട് സ്റ്റുഡന്റ് ലെവൽ മനസ്സിലാക്കി അവിടേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി ഒരു കരിക്കുലം ഉണ്ടാക്കി ഓരോന്നായിട്ട് മുന്നോട്ട് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഉപകാരം കിട്ടുന്നതായിരിക്കില്ല. സോ മാക്സിമം 3 people ഇൻ എ ക്ലാസ് അല്ലെങ്കിൽ 1-on-1 സെഷൻസ് പ്രിഫർ ചെയ്യുന്നവർക്ക് അതും ഞങ്ങൾ കൊടുക്കാറുണ്ട്. സോ അതുപോലെ ആയിരിക്കും ക്ലാസ്സിൽ ഓക്യുപ്പൻസി എന്ന് പറയുന്നത്. ശരി, ഓക്കെ. എനിവേ, താങ്ക് യു കിരൺ ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ. അപ്പം നിങ്ങൾക്ക് ഈ PT അല്ലെങ്കിൽ IELTS
ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റുകളൊക്കെ പഠിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കിരണിന്റെ ആംഗ്ലോ വേഴ്സ് അക്കാഡമിയുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകിയേക്കാം, വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയേക്കാം. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ ഒരു ടീമിൽ നിന്ന് തന്നെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ പഠനവുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയുകയും ചെയ്യും. ഏതായാലും ഈ PTEയുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതെല്ലാം കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് വിശദീകരിച്ച കിരണിനോട് കരിയർ പാത്വേയുടെ നന്ദി അറിയിക്കട്ടെ. താങ്ക് യു കിരൺ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ, പ്രത്യേകിച്ച് ഈ വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.